നമ്മുടെ സഭയുടെ വിശ്വാസം എത്രയോ ശ്രേഷ്ഠമാണ്. ബൈബിളിലെ കാര്യങ്ങൾ അതുപോലെ നമ്മൾ ചേർത്തിരിക്കുന്നുവല്ലോ. നാം ഇങ്ങനെ പാടുന്നുണ്ട്, ഇമ്പമേഴും നിൻപാട്ടിൽ ശ്രദ്ധിച്ചിടുന്നിൻ ആടുകളെ മോശെ പോൽ മോർ ഇഗ്നാത്തിയോസിന്റെ പ്രാർത്ഥനയിൽ ദൈവം ശ്രദ്ധിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധയോടെ കേൾക്കും. ആ വാക്യവും ഈ പാട്ടും തമ്മിൽ ചേർന്ന് നിൽക്കുകയാണ്. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാട്ട് എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ആരാധനകളെല്ലാം വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. ഇത്രയധികം വചനം പഠിപ്പിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരാരാധന പാരമ്പര്യം ലോകത്ത് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടുകയില്ല. ഇന്നിവിടെ 1.5 മണിക്കൂർ പള്ളിയിൽ പ്രാർത്ഥിച്ചതും പാടിയതെല്ലാം ബൈബിളിലെ കാര്യങ്ങളാണ്. ഞാനിപ്പോൾ പാടിയതും യാക്കോബിൻ്റെ ആ പ്രാർത്ഥനയും തമ്മിൽ വളരെയേറെ യോജിച്ച് നിൽക്കുന്നു. നമ്മുടെ ആരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്, ലിറ്റർജി ഈസ് എക്സ്പ്ലനേഷൻ ആൻഡ് സെലിബ്രേഷൻ ഓഫ് ദ ബൈബിൾ. ബൈബിളിനെ ആഘോഷിക്കുകയും ബൈബിളിനെ ധ്യാനിക്കുകയും ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ആരാധന. ഇതാണ് സുറിയാനി സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുപോലെ ബൈബിൾ വ്യാഖ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ലോകത്തെങ്ങനെയുണ്ടാകി. പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ നിന്ന് 42 വേദഭാഗങ്ങൾ നമ്മുടെ ആരാധന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്ത് നിങ്ങൾക്ക് ഒരു ക്രൈസ്തവ വിഭാഗത്തിലും ഇതുപോലെ നിങ്ങൾ കാണാനായിട്ട് സാധിക്കില്ല. ദൈവമാതാവിനെക്കുറിച്ച് 42-ലധികം ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് കൊട്ടേഷൻ നമ്മുടെ പ്രാർത്ഥനകളിൽ വരുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, നമ്മൾ ധ്യാനിക്കുന്നത് ബൈബിളാണ്, നമ്മൾ പാടുന്നത് ബൈബിളാണ്, നമ്മൾ ആരാധിക്കുന്നതും ബൈബിളിനോട് ചേർന്ന് നിന്നാണ്. വിശുദ്ധന്മാരുടെ മധ്യസ്ഥ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആരും മടി കാണിക്കേണ്ടതില്ല. ദൈവം തന്നെയാണത് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, ദൈവം ജീവനുള്ളവരുടെ മാത്രമല്ലേ മധ്യസ്ഥീകരിക്കുകയുള്ളൂ? പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ മോശയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അതെങ്ങനെയാണ്? നിന്റെ ദാസനായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ. ഇസ്രായേൽ മരുഭൂമിയിൽ പാപം ചെയ്തപ്പോൾ ശിക്ഷാവിധിക്ക് സാധ്യതയുണ്ട്. എന്നാൽ മോശ തനിക്ക് മുമ്പ് മരിച്ചുപോയ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും മധ്യസ്ഥരായി വയ്ക്കുന്നു. മോശ മരുഭൂമിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാമും ഇസഹാക്കും ജീവിച്ചിരുന്നില്ല എന്നുള്ളത് സാധാർത്ഥ്യമാണ്. മോശയ്ക്കും അനേകം വർഷം മുമ്പ് അവർ മരിച്ചു പോയിരുന്നു. വാത്സല്യമുള്ളവരെ, വാങ്ങിപ്പോയവരെ ബൈബിൾ വിസ്മരിക്കുന്നില്ല. വാങ്ങിപ്പോയവരെ മധ്യസ്ഥരായ ദൈവതിരുസന്നിധിയിൽ മോശ വയ്ക്കുന്നു. മോശയ്ക്ക് മുമ്പ് മരിച്ച അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. വാങ്ങിപ്പോയവർ ദൈവം വിസ്മരിക്കുന്നില്ല. കോഹനെ സഹായോ വമശം സോനെ